അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു നോമ്പ് തുറ. കാരണം ഒന്നുമല്ല, എനിക്ക് യാത്ര ചെയ്യാൻ വയ്യാനിട്ട് കേട്ടോ. ഇപ്പോൾ കൂടെ വയ്യ, എൻ്റെ തൊണ്ടയിൽ ആരോ പിടിച്ച പോലെയല്ലേ ഞാൻ വർത്താനം പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളിലുമാണ് കേട്ടോ. ബ്രദർ പോവുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണാമല്ലോ, അവൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഇതും കൂടെ കൊണ്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ ഉമ്മാക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നോമ്പ് വെച്ച് ഭയങ്കര ക്ഷീണമല്ലേ, നമുക്കേ ഭയങ്കര ക്ഷീണം. അപ്പോൾ പിന്നെ വയസ്സായ ആൾക്കാരിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ച ശേഷം നേരെ കിച്ചണിലോട്ട് പോയി. നമുക്ക് പതുക്കെ പോയാൽ മതി, ഈവനിങ് അല്ലെങ്കിൽ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി അങ്ങോട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ കട്ട് ചെയ്തെടുത്തു, പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തൊണ്ട വരുന്നില്ല, ചുമ വരികയാണ് സംസാരിക്കുമ്പോൾ. പിന്നെ ഇതാ നന്നാരിയാണ് കലക്കി വെക്കുന്നത്. അത് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ നേരത്ത് അത് എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ, ഉമ്മാക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും ചെയ്ത് വെച്ചു. പിന്നെ സമൂസ ഇതുപോലെ ചുറ്റിയിട്ട് ഇതുപോലെ ഒരു ബോക്സിലാക്കി അടച്ച് വെക്കുന്നുണ്ട്. ആ സമയത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. പിന്നെ പത്തിരിയും കറിയും ഇതൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ചുട്ടെടുത്ത് കറി ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഈസിയായല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ പിറ്റേ ദിവസം വരും ചെയ്യും. ഇന്ന് പോയിട്ട് നാളെ നെക്സ്റ്റ് ഡേ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും ഇവിടെ എത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പെട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാർസൽ ഉണ്ടായിരുന്നു, നമ്മൾ കഹാനിയിലോട്ട് വേണ്ട കുറച്ച് ഐറ്റംസ് പാർസൽ വന്നിട്ടുണ്ടായിരുന്നു, കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് അവിടെ എത്തിക്കണം. ഞാൻ പോയി പാലക്കാട് നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നല്ലോ, ആ സംഭവം കൂടെ ഒന്ന് എത്തിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ റെഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ, നല്ല വെയിലുമാണ്. അപ്പോൾ എന്തായാലും കുറേ ദിവസമായില്ല ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ തന്നിട്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ തരാം കേട്ടോ. ജിനിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്, നല്ല സ്നേഹത്തോടെയുള്ള സംസാരമാണ്. താങ്ക് യു സോ മച്ച്. ഇതിനെ തന്നെ ആൾക്കാരെന്താ പറയണമെന്നറിയോ, ഞാൻ കൊഞ്ചി വർത്താനം പറയണമെന്ന് നിർത്തിക്കൂടെ, കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മതിയായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഞാൻ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുത്തതെന്ന് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ കയറിയത് ഇപ്പോൾ ആ ഒരു മാരുതിയുടെ അങ്ങടെ ഇങ്ങോട്ടോ നമ്മൾ കയറിയല്ലോ, ടാറ്റയുടെ അങ്ങോട്ടോ അങ്ങടെ ഇങ്ങോട്ടോ എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. കാറിൻ്റെ സർവീസ് സെൻറ്ററിലോട്ടാണ് കേട്ടോ കയറിയത്. അത് AC നമുക്കൊരു പണി തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ ഒരു സംഭവം അടിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഓർഡർ ആക്കിയിട്ട് വീട്ടിലോട്ട് എത്തി കേട്ടോ. വീട്ടിൽ നിന്ന് വരുന്ന വഴിയൊന്നും ഞാൻ അധികം വ്ലോഗൊന്നും എടുത്തില്ല, നല്ല ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഓരോ ഗെയിം ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് വന്നു. അതായത് ഈ ടങ് ട്വിസ്റ്റർ ഉണ്ടാവില്ലേ, അങ്ങനെ കേട്ടോ. നല്ല രസമായിരുന്നു വരുമ്പോൾ ഉറങ്ങാണ്ടിരിക്കാൻ. ഇക്കാക്കും ക്ഷീണമല്ലേ, ഞങ്ങൾ ഉറങ്ങിയിട്ട് ഇക്കാക്ക് ഉറക്കം വന്നാലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ വരുമ്പോൾ ഞാൻ വലിയ ഉറങ്ങിയില്ല, പോകുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലോട്ട് കയറുകയാണ്. ഒരു ദിവസത്തിനാണെങ്കിൽ കൂടെ ഒരു പെട്ടിയെങ്കിലും വേണ്ടായോ. അപ്പോൾ വീട്ടിലെത്തിയത് ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്ക. ഇവിടെ ഇതാ ബ്രദർ പെട്ടിയൊക്കെ ഏകദേശം പാക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് തിന്നാനുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഈ പെട്ടി കണ്ടപ്പം എനിക്ക് ആ ഒരു വ്ളോഗറിനെയാണ് ഓർമ്മ വന്നത്. കംപ്ലീറ്റ് കഴിക്കാനുള്ള ഐറ്റം കൊണ്ട് കറങ്ങാൻ പോകുന്നൊരു കുട്ടിയില്ലേ, ഫുൾ ടൈം തീറ്റ. നല്ല രസമായിരുന്നു അല്ലേ. അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ആട്ടോ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെന്താണ്, സൂപ്പർ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജിനി. നോമ്പ് പണികൾ നോമ്പ് തുറയും അടിപൊളി, താങ്ക് യു സോ മച്ച്. നോമ്പ് പണി അത് വല്ലാത്തൊരു പണിയാണ് മക്കളെ. അപ്പം ഇവിടെ ഒരാൾ അത്താനെ സോപ്പിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഫുൾ ടൈം അത്താൻ്റെ കൂടെ തന്നെ. ഇക്കാണെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുക പറഞ്ഞുള്ളിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പം ഞാൻ ഫാനും കൊണ്ട് വെച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നോട്ടെ, കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഫുഡ് വീഡിയോസ് എല്ലാം കാണാറുണ്ട്, താങ്ക് യു സോ മച്ച്. ഇതാ ആ ഒരു കമൻറ്റ് ഇതാ കേട്ടോ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ കൊഞ്ചി സംസാരിക്കുന്നത്, ചെറിയ കുട്ടികളെ പോലെ. ഈ വീഡിയോ എത്ര ആന പുരുഷന്മാർ അന്യ പുരുഷന്മാരിൽ കാണുന്നുണ്ടാവും. നിങ്ങളുടെ സംസാരം നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിച്ചൂടെ. വീഡിയോയിൽ കഷ്ടം തന്നെ. എത്ര വീഡിയോസ് എത്ര ആളുകൾ പറയുന്നുണ്ട്
സംസാരിക്കുന്നതിനെ പറ്റി മാറ്റാനായില്ലേ എന്ന്. ഓരോരുത്തർക്കും ഓരോ സ്ലാങ് ഇല്ലേ മുത്തേ, വെറുതെ എന്തിനാണ് ഇത്രയും വലിയൊരു കമൻറ്റ് ഇട്ടിട്ട്. അന്യപുരുഷന്മാർ എന്നുള്ളതൊക്കെ ആനപുരുഷന്മാർ എന്നൊക്കെയാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ശരി, എന്താവട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ എല്ലാ വ്ളോഗ് കാണുന്ന ആൾക്കാരെയും ഞാൻ എൻ്റെ സഹോദരന്മാരെ പോലെയാണ് കാണുന്നത്, പിന്നെ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഉമ്മയും സിസ്റ്ററും കൂടെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. സമൂസയ്ക്ക് ഞാനാണ് ചുറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. കുറേ സമയം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് കുറേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടോ. ബ്രദർ ഇങ്ങനെ ഇടയ്ക്ക് പുറത്തു പോകും, ഇടയ്ക്കുള്ളിൽ വരും, ഓരോ സാധനങ്ങൾ മേടിക്കാനും ഒക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കി, പഴംപൊരി ഉണ്ടാക്കി, സമൂസയും റെഡി. പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവെക്കുകയാണ് കേട്ടോ. എല്ലാം അങ്ങനത്തെ വലിയ വലിയ പാത്രത്തിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ക്ഷീണം കൂടും തോറും നമ്മുടെ ടേബിളിൻ്റെ ചന്തം കുറയുമെന്ന് പറയുന്നത് ഇതാണ്. കാരണം വലിയ വലിയ പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം നമുക്കത് കഴുകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിലങ്ങ് വെച്ച് കേട്ടോ. ഞാൻ തന്നെ കൊണ്ടുവച്ചത്. അങ്ങനെ ബ്രദർ അവിടെ അവൻ്റെ പെട്ടിയൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ തരിക്കഞ്ഞി, എൻ്റെ ഫേവറേറ്റ്, പണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം, പക്ഷെ ഇപ്പം നല്ല ഇഷ്ടമാണ്, വല്ലപ്പോഴും എന്നും അല്ല. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. പണ്ട് നമ്മുടെ വലിയ ഫാമിലിയിലൊക്കെ കുറേ വെള്ളം കുറച്ച് പാല് അങ്ങനെയല്ലേ, ഇപ്പോൾ കുറച്ച് വെള്ളം കുറേ പാല് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് നോമ്പെല്ലാം തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയൊക്കെ. അങ്ങനെ ഇക്ക നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെ പോയിരുന്നപ്പോൾ അവൾക്ക് ഒരേ ഇത് കേട്ടോ, എൻ്റെ അടുത്തിരിക്കും. ഞാനാണെങ്കിൽ ഇക്കാക്ക് വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം ഒരു പ്ലേറ്റിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട്. ഇത് എൻ്റെ പ്ലേറ്റ് കേട്ടോ. ഇതെല്ലാം വെച്ചെങ്കിലും കുറേ അങ്ങോട്ട് തന്നെ മാറ്റേണ്ടി വന്നു. നമ്മൾ കഴിക്കണതിൻ്റെ മുമ്പ് ഞാൻ അത് കഴിക്കും ഇത് കഴിക്കും, പക്ഷേ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ ഹാൾട്ടാവില്ലേ, അങ്ങനെയാണല്ലേ. പിന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഇൻകം കിട്ടുന്നത് ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? ഫേസ്ബുക്കിൽ ഇൻകം കിട്ടും, 10K ഫോളോവേഴ്സ് വേണം. പിന്നെ അതിൽ ഓരോ സെക്ഷനായിട്ടാണ്. ഇൻസ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോസിന് മോണിറ്റൈസേഷൻ ആവും. പിന്നെ 1 മിനിറ്റിന് താഴെയുള്ള വീഡിയോസ്, റീൽസ് അതിനുണ്ട്. പിന്നെ ബോണസ് ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയാണ് കേട്ടോ അതിലുള്ളത്. അതിങ്ങനെ ഓരോന്നും എനേബിൾ ആകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനോ മെയിലൊക്കെ ആയിട്ട് വരും. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇൻകം കിട്ടും. നമ്മൾ പരിശ്രമിച്ചാൽ എന്തായാലും ഇൻകം കിട്ടും കേട്ടോ. മന്ത്ലി തന്നെ നമുക്ക് ചെറിയൊരു എമൗണ്ട് എന്തായാലും കിട്ടും. വലിയ എമൗണ്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പൊറോട്ട, പത്തിരി, വെള്ളപ്പം, ഇടിയപ്പം ഇതൊക്കെ ആയിരുന്നു കേട്ടോ നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ. പിന്നെ ചിക്കൻ ചില്ലിയും എന്താ പറയുക പൊറോട്ട ഇങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ നോമ്പ് തുറന്ന് അതൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് പിറ്റേ ദിവസം അത്താഴത്തിന് എണിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത് നല്ല ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ടായപ്പം വീഡിയോ എടുക്കാനുള്ളൊരു മൂഡേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ സംസാരം അത് ഇതൊക്കെ കഴിഞ്ഞ് അവൻ പോകാൻ സമയമായപ്പോഴാണ് എന്താ പറയുക വല്ലാത്തൊരിതായത്. പോവുകയാണല്ലോ, 3 മണിയായിട്ട് വൈകുന്നേരം പോവാൻ. ഇവിടെ ഒരാൾ പാട്ട് കേട്ടുകൊണ്ടേ നടക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അവനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗൊക്കെ പാക്ക് ചെയ്തു. അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല എയർപോർട്ടിൽ നിന്ന്. ആളവിടെ നമ്മൾ ഈ വീഡിയോ ഔട്ടാവുന്ന ആ സമയത്തായിരിക്കും മേ ബി അവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ അത്താനെ വീണ്ടും സോപ്പിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്താൻ്റെ ഫോൺ ആകെ കിട്ടുന്ന ഒരേ ഒരു വ്യക്തി. ഞാൻ അങ്ങനെ പറഞ്ഞു വേറെ ആർക്കും ഫോൺ കൊടുക്കില്ല, അവൾക്ക് മാത്രം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, അതേപോലെ എന്നോട് നിങ്ങളുടെ സ്വന്തം ഹോം എവിടെ ചോദിച്ചിട്ടുണ്ട്. സ്വന്തം ഹോം മണ്ണാർക്കാട് അലനല്ലൂരാണ് കേട്ടോ. ആ പള്ളിയുടെയൊക്കെ തൊട്ടിപ്പുറത്താണ്. ഉമ്മാൻ്റെ എപ്പോഴൊക്കെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ കാണാം. ഇച്ചിരി കഴിഞ്ഞാൽ തുടങ്ങും കരയാനൊക്കെ. അങ്ങനെ മാഷാ അല്ലാ അടിപൊളി. ഫിഷ് മുളക് ഇട്ടത് റെസിപ്പിയുടെ ഇടാട്ടോ. പിന്നെന്താണ്, സമൂസയും കട്ട്ലറ്റും ഒന്നും ഇല്ലെങ്കിലും നോമ്പ് തുറക്കാൻ വളരെ ഉഷാറാണ്. കറക്റ്റാണ്. എണ്ണ പലഹാരം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നോമ്പ് തുറക്കൽ ഉഷാറാവുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ പിള്ളേർക്കൊക്കെ വേണം. അങ്ങനെ ഇവിടെ കരച്ചിൽ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയത്തിയുടെ മോള് ഇതുപോലെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നപ്പോൾ അവൾക്ക് അതിലേറെ കരച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെന്താണ്,
അതുപോലെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ എവിടെയെങ്കിലും കൊടുത്തുകൂടെയെന്ന് നമ്മളത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിൽ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ അത്രയും പാത്രങ്ങളില്ല. അങ്ങനെ ഇതാ അവൻ്റെ ഫ്രണ്ട് വന്നു, പെട്ടിയൊക്കെ വെച്ചു, യാത്രയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ എന്നാണ് 1 വർഷം കഴിഞ്ഞ് കാണുള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് അവൻ വന്നതിൻ്റെ ഉദ്ദേശം പാസ്പോർട്ട് പുതുക്കുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെ വാപ്പാൻ്റെ അടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് റിഹാനും ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ, പെട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരവില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവനെ കെട്ടിക്കണമെന്നുണ്ട്. ഇപ്രാവശ്യം അത് നടന്നില്ല. അവൻ പാസ്പോർട്ട് പുതുക്കാൻ വന്ന കെയർ ഓഫിൽ ഒരു പെണ്ണിനെയും കൂടി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവനൊന്ന് കെട്ടിയിടാലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വർഷമെങ്കിലും വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെ പോയിട്ട് വരട്ടെ അല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും ദുആ വേണം കേട്ടോ. അപ്പോൾ അത് അവൻ യാത്രയൊക്കെ പറഞ്ഞ് അവൻ പോയി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. കാരണം നമുക്ക് അവിടെ നോമ്പ് തുറയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം. അപ്പോഴത്തേക്ക് ഒരു പെണ്ണ് അവിടെ എന്താ വിഷമിച്ചിരിക്കുകയാണ്. 2 എണ്ണത്തിൻ്റെ മുഖം നോക്ക്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ വിഷമായി. അങ്ങനെ തന്നെയല്ലേ കുട്ടികൾക്ക്. നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ, തറവാട്ടിൽ ഒന്നിച്ച് കൂടിയിട്ട് തിരിച്ചു പോകുമ്പോൾ പരസ്പരം ഭയങ്കര സങ്കടം. അവസാനം അവൾ കരയാൻ തുടങ്ങിയിട്ടോ. പിന്നെ ജിംനാനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇതാ പോവാണ്. നമ്മൾ പോണ വഴിയിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ കടയിലൊന്ന് ഇറങ്ങണം. നമ്മുടെ കഹാനിയുടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് കോർണിഷ് കഫേയുടെ ഓണറാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ കോർണിഷ് കഫേ കോട്ടോപ്പാടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓർണമെൻറ്റ്സ് നമ്മൾ നമ്മുടെ കഹാനിക്ക് വേണ്ടി മേടിച്ച സംഭവങ്ങൾ അവിടെ ഏൽപ്പിക്കണം. അങ്ങനെ നമ്മൾ പോയപ്പോഴാണ് അവിടെ പുറത്ത് കുറേ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് അതെടുത്തു, കുറച്ച് ഡേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്നാക്കും കാര്യങ്ങളൊന്നും നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എല്ലാ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മാക്ക് പിന്നെ സമൂസ ചുറ്റാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ പരിപ്പോടെ ഇതൊക്കെ മേടിക്കണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട വെച്ചു. നമ്മുടെ കഹാനി അവിടെ ഇതാ ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ നേരെ ഇന്ന് മാജിക് ഓവനിൽ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടാ. അവിടെ പിന്നെ നോമ്പ് തുറ ആയി കഴിഞ്ഞാലുണ്ടല്ലോ ഫുള്ള് സ്നാക്കായിരിക്കും. മലബാർ സ്പെഷ്യൽ ഒരുപാടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം, പിന്നെ 3 ചിക്കൻ്റെ ഐറ്റം തന്നെയാണ്. ഒന്ന് ചിക്കന് സേമിയ പോലത്തെ ഒരു സാധനത്തിൽ പൊരിച്ചത്, പക്ഷെ അത് ഭയങ്കര ഹാർഡായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നല്ല ചൂടിൽ കഴിക്കേണ്ട ഒരു സംഭവം തോന്നുന്നു. പിന്നെ ചിക്കൻ കോണ് മേടിച്ചു. പിന്നെ നമ്മുടെ ബണ്ണ് നമ്മുടെ ഷവർമ ബണ്ണോ പോക്കറ്റ് ഷവർമ അല്ലേ, അങ്ങനത്തെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ. പിന്നെ ഇതാ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവച്ചു, ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവച്ച്. അപ്പോൾ നമ്മൾ മാജിക് ഓവനിൽ മേടിച്ച സാധനം ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പോക്കറ്റ് ഷവർമ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം 6 പീസേ മേടിച്ചുള്ളൂ. നമ്മളിപ്പോൾ വിചാരിക്കും ആ ടേബിളിലിരിക്കണം മൊത്തം തിന്നുന്നു, എവിടെ അത്ര നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുറച്ച് ഹാർഡായിട്ട്. ഇത് കിളിക്കൂടല്ല, പലരും ഇത് കിളിക്കൂടല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല കേട്ടോ, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ ചൂടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ കരിമ്പ് ജ്യൂസാണ് കേട്ടോ അത്, പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല. ആ ഒരു ബോട്ടിലിൽ കണ്ടില്ലേ, എനിക്കതൊട്ടും ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളം തന്നെ ഞാൻ ധാരാളം കുടിച്ചിട്ടുള്ളത്. ഇപ്പം അടക്കം ഞാൻ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. ഒത്തിരി ഫ്രൂട്ട്സ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എനിക്ക് പകൽ സമയത്ത് നല്ല തലകറക്കം വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് തന്നെ അറിയില്ല. പേടിയാണ്, ഞാൻ വീഡിയോ പേടിയാവുന്നുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജ്, അതുപോലെ FB പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.